സുഹൃത്തെ, അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നവർ ഇറ്റലിക്കാരോ ബംഗ്ലാദേശികളോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ആ പേര് ചേർത്ത ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും ആ പരാതി കൊടുക്കാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ എം.പിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക അവിടുത്തെ എം.പിയുടെ ഓഫീസിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് തൃശ്ശൂരിലെ ജനതയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. തൃശ്ശൂരിലെ ജനതയെ എളിഭ്യരാക്കുന്ന ശ്രമമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി ജയിച്ച നാൾ മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതിൻ്റെയും വലതിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം പണിയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടി നിങ്ങൾ അദ്ദേഹത്തെ എം.പി ആക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരെ പോലീസിനെ കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടും ഒരു വിഭാഗം മാധ്യമങ്ങളോട്, എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം മാധ്യമങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും അതാണ്. ഈ വോട്ടർ പട്ടിക സംബന്ധിച്ച് നേരിട്ടുള്ള വിഷയങ്ങൾക്ക് എന്താണ് മറുപടി? ഇതിൽ ഈ പലരെയും കൊണ്ടുവന്നു പല മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ സുഹൃത്തെ, അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നവർ ഇറ്റലിക്കാരോ ബംഗ്ലാദേശികളോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ആ പേര് ചേർത്ത ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും ആ പരാതി കൊടുക്കാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻ ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം, ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരെ ഡിലീറ്റ് ചെയ്യാം, അതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ സുതാര്യമായ സംവിധാനങ്ങളാണ് ഉള്ളത്. അവിടെ BLO ഉണ്ട്, അതോടൊപ്പം തന്നെ BLAമാരുണ്ട്. അവർ വീടുകളിൽ വന്നിട്ടാണ് ഓരോന്ന് വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ വോട്ടർ പട്ടിക പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയും BD സതീശൻ്റെ കോൺഗ്രസും ഒക്കെ ഞങ്ങളവിടെ 10-50,000 പേരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഭംഗിയായിട്ട് സംഘടനാ പ്രവർത്തനം നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിന് വിധേയമായിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞങ്ങളുടെ MP അവിടെ ജയിച്ച് 1.5 വർഷമായില്ലേ? 1.5 വർഷത്തിന് ശേഷമാണോ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ ഛത്തീസ്ഗഡിൽ നാണം കെട്ടും. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഛത്തീസ്ഗഡിനേക്കാൾ അതിഭീകരമായി കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ലവ് ജിഹാദ് നടക്കുന്നു. ഈ ലവ് ജിഹാദ് ഇവിടെ ഉയർന്നു വരരുത്. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദി സമൂഹത്തിനോടൊപ്പം അവരുടെ പാദസേവകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോതമംഗലത്തെ ലവ് ജിഹാദ് ഉയർന്നു വരരുത്. അതോടൊപ്പം തന്നെ സോനയുടെ വിഷയം ഉയർന്നു വരരുത്. അതുപോലെ കൊട്ടാരക്കരയുടെ വിഷയം ലവ് ജിഹാദ് ഉയർന്നു വരരുത് എന്നാഗ്രഹിച്ച് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, കേരളത്തിലെ കാതലായ പ്രശ്നങ്ങളിൽ നിന്ന്, ഭീകരവാദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് അവരുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നരേറ്റീവാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ കരിയോയിലൊഴിച്ചതും അവിടെ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ തൃശ്ശൂർ ജനത സുരേഷ് ഗോപിയോടൊപ്പമാണ്, സുരേഷ് ഗോപി തൃശ്ശൂർ ജനതയോടൊപ്പമാണ്. അവിടെ വോട്ട് ചേർത്തിരിക്കുന്നത് ഇറ്റലിക്കാരിയെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരനെയോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഇന്ത്യയുടെ കോടതികളുണ്ട്, നിയമ സംവിധാനമുണ്ട്. ആ വഴിക്കാണ് പോകേണ്ടത്. അല്ലാതെ പത്രസമ്മേളനങ്ങൾ നടത്തി ചാനൽ ചർച്ച നടത്തിയല്ല പരിഹരിക്കേണ്ടത്.